നമുക്ക് നാഡീവ്യവസ്ഥയുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്, ഏറ്റവും അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ ആയ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കാം. പാഠപുസ്തകത്തിലെ 9-ാമത്തെ പേജിൽ ഇല്യൂസ്ട്രേഷൻ 1.2 ചിത്രീകരണം 1.2 ആ ചിത്രമാണ് ന്യൂറോണിൻ്റെ ഘടന മനസ്സിലാക്കാൻ നമുക്ക് തന്നിരിക്കുന്നത്. ചിത്രീകരണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, സാധാരണ പോലെയുള്ള ഒരു കോശത്തിൻ്റെ രൂപമല്ല ന്യൂറോണിന് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി, നിങ്ങൾ ന്യൂറോണിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ന്യൂറോണിൻ്റെ ചിത്രം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഈ കാണുന്ന ചിത്രം കണ്ടുകൊണ്ട് വരയ്ക്കാൻ കഴിയും. ഒരു വെള്ളത്തുള്ളി മുകളിൽ നിന്ന് ഏതെങ്കിലും പ്രതലത്തിലേക്ക് വീഴുമ്പോൾ തെറിച്ചു പോകുന്നത് പോലെയുള്ള ഒരു തുടക്കഭാഗം, പിന്നീട് അതിൽ നിന്നൊരു തുള്ളി ഒഴുകി മുന്നോട്ട് പോകുന്നത് പോലെ മറ്റൊരു നീളം കൂടിയ ഭാഗം, ഇങ്ങനെ വളരെ വളരെ ലഘുവായ ഒരു ഘടനയാണ് ന്യൂറോണിനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന ചിത്രം ഒന്ന് വരച്ചെടുക്കാൻ ശ്രമിക്കൂ. ചിത്രം വരച്ച് ചില ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ന്യൂറോണിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്കൊരു തലക്കെട്ട് കൊടുക്കാം, ദി സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, ന്യൂറോണിൻ്റെ ഘടന. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ഓർ നെർവ് സെൽ, ന്യൂറോണിൻ്റെ ഘടന. വികസിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ആൻ എക്സ്പാൻഡഡ് പോർഷൻ. സാധാരണ നമ്മൾ കാണുമ്പോൾ ഒരു സെല്ലിൻ്റെ ഘടനയോട്, സെല്ലിൻ്റെ സ്ട്രക്ചറിനോട് സിമിലറായ ഒരു ഭാഗം, ആൻഡ് ദാറ്റ് പാർട്ട് ഈസ് കാൾഡ് ദി സെൽ ബോഡി. ഏറ്റവും നന്നായി വികസിച്ചിരിക്കുന്ന, എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ആ പോർഷനെ നമ്മൾ സെൽ ബോഡി എന്നാണ് വിളിക്കുന്നത്. സോ ദി എക്സ്പാൻഡഡ് പോർഷൻ ഓഫ് ദി ന്യൂറോൺ വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ ദി ബേസിക് ഫീച്ചേഴ്സ് ഓഫ് എ സെൽ. സാധാരണ നമ്മളൊരു ടിപ്പിക്കൽ സെല്ലിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ ആ സ്ട്രക്ചറിനകത്തുള്ള മുഴുവൻ വസ്തുവും, ഉദാഹരണത്തിന് ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ട് സൈറ്റോപ്ലാസം, സൈറ്റോപ്ലാസത്തിനെ പൊതിഞ്ഞുകൊണ്ട് സെൽ മെംബ്രെയിൻ. ഒന്നുകൂടി പറയാം, ഒരു സാധാരണ സെല്ലിലുള്ള എല്ലാ വസ്തുക്കളും, ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം, സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം, ഇത്രയും ഭാഗം കാണാവുന്ന ആ എക്സ്പാൻഡഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരം. അപ്പോൾ നിങ്ങൾ വരച്ച ആ ചിത്രത്തിന് നേരെ, ആ എക്സ്പാൻഡഡ് പോർഷന് നേരെ ഒരു വരയിട്ട് സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരം എന്ന് അടയാളപ്പെടുത്തിയല്ലോ. തുടർന്ന് നമുക്ക് ആ ഭാഗത്തുള്ള മറ്റു ചില സവിശേഷതകൾ കൂടി പരിശോധിക്കാം. യഥാർത്ഥത്തിൽ സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരം എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് വി ക്യാൻ സീ ന്യൂമറസ് എക്സ്പാൻഡഡ് പോർഷൻസ് ഓർ സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻസ്. കുറേ വളർച്ചകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെയുള്ള സൈറ്റോപ്ലാസം ചില നേരിയ ശാഖകളായി, ബ്രാഞ്ചുകളായി മാറിയിരിക്കുന്നു. ഈ സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരത്തിൻ്റെ ഇത്തരത്തിലുള്ള ബ്രാഞ്ചസിനെ, സെൽ ബോഡിയിൽ നിന്ന് നേരിട്ട് പുറപ്പെടുന്ന ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. നമുക്ക് ആ ചിത്രീകരണത്തിൽ കാണാം, സെൽ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നേരിയ ശാഖകൾ അല്ലെങ്കിൽ ബ്രാഞ്ചസ്. ആ ബ്രാഞ്ചസിനെ നമ്മൾ പൊതുവിൽ പറയുന്ന പേര് ഡെൻഡ്രോൺ എന്നാണ്. ഡെൻഡ്രോൺ, അതിന് നേരെ നിങ്ങൾ അടയാളപ്പെടുത്തണം, ഡെൻഡ്രോൺ. ഈ ഡെൻഡ്രോൺ എന്ന ബ്രാഞ്ചിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, സെൽ ബോഡിയിൽ നിന്ന് പുറപ്പെടുന്ന ഷോർട്ട് ഫിലമെൻസ് ആണിവ, നീളം കുറഞ്ഞ തന്തുക്കളാണിവ. തന്തുക്കൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഇഴ പോലെ, നൂല് പോലെ വളരെ നേരിയ ഘടനകളാണ്. അപ്പോൾ ഷോർട്ട് ഫിലമെൻസിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺസ്. അടയാളപ്പെടുത്തിയല്ലോ. ആ ഓരോ ഡെൻഡ്രോണിനും എന്ത് സംഭവിക്കുന്നു? ഡെൻഡ്രോണിൽ നിന്ന് പുറത്തേക്ക് വീണ്ടും ശാഖകൾ ഉണ്ടാവുന്നു. ഡെൻഡ്രോൺസ് റീബ്രാഞ്ച്. ഇങ്ങനെ വന്ന ഡെൻഡ്രോണുകൾ വീണ്ടും ശാഖകളായി മാറുന്നു. ആ ബ്രാഞ്ചസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡെൻഡ്രൈറ്റ്സ് എന്നാണ്. അപ്പോൾ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസാണ് ഡെൻഡ്രൈറ്റ്സ്. നമ്മൾ പൊതുവിൽ പറയുമ്പോൾ സെൽ ബോഡി കണ്ടെയ്ൻസ് ദി ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം ആൻഡ് സെൽ മെംബ്രെയിൻ, ആൻഡ് ദിസ് സെൽ ബോഡി ഹാസ് ന്യൂമറസ് എക്സ്റ്റൻഷൻസ്. ദർ ആർ ഷോർട്ട് എക്സ്റ്റൻഷൻസ് ആൻഡ് ലോങ് എക്സ്റ്റൻഷൻസ്. ഷോർട്ട് എക്സ്റ്റൻഷൻസ് ആർ കാൾഡ് ഡെൻഡ്രോൺസ്. നീളം കുറഞ്ഞ ഫിലമെൻസിനെ വിളിക്കുന്ന പേരാണ്, തന്തുക്കളെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺസ്. ഡെൻഡ്രോൺസിൻ്റെ ശാഖകളെ, ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്സ്.
ഇപ്പോൾ നമ്മൾ സെൽ ബോഡി അടയാളപ്പെടുത്തി, കോശശരീരം അടയാളപ്പെടുത്തി, ഡെൻഡ്രോൺ അടയാളപ്പെടുത്തി, ഡെൻഡ്രൈറ്റ്സ് അടയാളപ്പെടുത്തി. ഇനി ആ സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വളരെ നീളത്തിലുള്ള തന്തുക്കൾ, ലോങ് ഫിലമെൻറ്റ്. ഒരു ലോങ് ഫിലമെൻ്റാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. ആ ലോങ് ഫിലമെൻറ്റിനെ വിളിക്കുന്ന പേര് ആക്സോൺ എന്നാണ്. ലോങ് ഫിലമെൻറ്റ് എമേർജിങ് ഫ്രം ദി സെൽ ബോഡി, കോശശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഏറ്റവും നീളം കൂടിയ തന്തു, അതിനെ വിളിക്കുന്ന പേര് ആക്സോൺ എന്നാണ്. ചിത്രത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമാകും. ഈ ആക്സോൺ ദൂരേക്ക് ചെന്നിട്ട് അല്പം നീളത്തിലേക്ക് പോയിട്ട് വീണ്ടും ബ്രാഞ്ചസായി മാറും. ഫർദർ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺസ്. ആക്സോൺസ് ബ്രാഞ്ച് ഫോം ഫർദർ ഫിലമെൻറ്റ്സ് ആൻഡ് ദോസ് ഫിലമെൻറ്റ്സ് ആർ കാൾഡ് ആക്സോണൈറ്റ്സ്. ആക്സോണിൻ്റെ ശാഖകളെ വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്സ്. അപ്പോൾ ഇലോങ്ങേറ്റഡ് ഫിലമെൻറ്റിൻ്റെ പേര് ആക്സോൺ, അത് അടയാളപ്പെടുത്തണം. വീണ്ടും ആക്സോണിൻ്റെ ബ്രാഞ്ചസ്, ആക്സോണുകളുടെ ശാഖകൾ, അവരെ നമ്മൾ ആക്സോണൈറ്റ്സ് എന്ന് അടയാളപ്പെടുത്തും. ആക്സോണൈറ്റുകൾ, ആക്സോണൈറ്റുകൾ. ഇനി എന്താണ് ഈ ആക്സോണൈറ്റുകൾ? ഓരോന്നും വളരെ ചെറിയ ചില ഭാഗങ്ങൾ, മുഴ പോലുള്ള ഭാഗങ്ങൾ. നമ്മൾ നോക്കിയാൽ നമ്മുടെ ബസ്സിൻ്റെ ഈ ഗിയറിൻ്റെയൊക്കെ ടിപ്പ് പോലെ നോബ് ലൈക്ക് സ്ട്രക്ചർ, മുഴ പോലുള്ള ഭാഗങ്ങൾ ആയി മാറും. ഈച്ച് ആക്സോണൈറ്റ് എൻസ് ഇൻ എ നോബ് ലൈക്ക് സ്ട്രക്ചർ. ഓരോ ആക്സോണൈറ്റും ഒരു മുഴ പോലുള്ള ഭാഗത്ത് അവസാനിക്കും. വി ക്യാൻ കോൾ ദി ടിപ്പ് ഓഫ് ഈച്ച് ആക്സോണൈറ്റ്. നമുക്കതിനെ ആക്സോണൈറ്റിൻ്റെ ടിപ്പായി പറയാം. ആക്സോണൈറ്റിൻ്റെ ആ ടിപ്പിനൊരു പേരുണ്ട്. പേര് സിനാപ്റ്റിക് നോബ് എന്നാണ്. സിനാപ്റ്റിക് നോബ്. അപ്പോൾ നിങ്ങൾ വരച്ച ചിത്രത്തിനകത്ത് ആക്സോണൈറ്റിൻ്റെ ടിപ്പിൽ അഗ്രഭാഗത്ത് മുഴ പോലെ കാണുന്ന ആ ഭാഗത്തിനെ പേരടയാളപ്പെടുത്തണം സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് എന്ന വാക്ക് നമ്മൾ പിന്നീട് ആവർത്തിക്കുന്നുണ്ട്. സിൻ എന്ന വാക്ക് ഗ്രീക്ക് വാക്കാണ്, സൂചിപ്പിക്കുന്നത് കൂട്ടിച്ചേർക്കുന്നത് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള അർത്ഥത്തിലാണ് അതിനെ സിന്തസിസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഫോട്ടോ സിന്തസിസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഏറ്റവും അവസാനത്തെ ആ ടിപ്പിനെ നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കും. ഇപ്പോൾ ന്യൂറോണിൻ്റെ ബേസിക് സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ഇത്രയുമാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് ഓർത്തു നോക്കാം. നിങ്ങളുടെ ചിത്രീകരണത്തിൽ ഇടത്തെ അറ്റത്ത് നിന്ന് വലത്തെ അറ്റത്തോട്ട് പറഞ്ഞു പോയാൽ ഡെൻഡ്രൈറ്റ്സ്, പിന്നീട് ഡെൻഡ്രോൺ, സെൽ ബോഡി കോശശരീരം, ആക്സോൺ, ആക്സോണൈറ്റ്, ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്കും സിനാപ്റ്റിക് നോബ്. ഇതാണ് ഒരു ന്യൂറോണിൻ്റെ ബേസിക് സ്ട്രക്ചർ. നമ്മുടെ പാഠപുസ്തകത്തിൽ ഈ ന്യൂറോൺ ചിത്രീകരണത്തിൽ, ന്യൂറോണിൻ്റെ ചിത്രം തന്നിരിക്കുന്നതിൽ കൂട്ടിച്ചേർത്ത് മറ്റൊരു സെല്ലിനെ കൂടി കാണിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ന്യൂറോണിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് തീർത്തും മറ്റൊരു സെല്ലാണ്, വേറൊരു കോശമാണ്. ചിത്രീകരണത്തിൽ കാണാം. ആ സെല്ലിനെ ഷ്വാൻ സെൽ എന്നാണ് വിളിക്കുന്നത്. ഷ്വാൻ സെൽ. ന്യൂറോണിൻ്റെ ഘടന പറയുമ്പോൾ ഷ്വാൻ സെൽ എന്നത് ന്യൂറോണിനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മറ്റൊരു കോശമാണ്. ആ സെല്ലിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് പറയും. ന്യൂറോണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പാർട്സ് ഓഫ് ന്യൂറോൺ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ ഓരോ ഭാഗവും നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം. ദി ഫങ്ഷൻസ് ഓഫ് ദി പാർട്സ് ഓഫ് ന്യൂറോൺ. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഈച്ച് പാർട്ട് ഓഫ് ന്യൂറോൺ? ന്യൂറോണിൻ്റെ ഓരോ ഭാഗവും നിർവഹിക്കുന്ന ധർമ്മങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിലൊരു ഹെഡിങ് കൊടുക്കാം, ഫങ്ഷൻസ് ഓഫ് ഈച്ച് പാർട്ട് ഓഫ് എ ന്യൂറോൺ. ന്യൂറോണിൻ്റെ ഓരോ ഭാഗവും നിർവഹിക്കുന്ന ധർമ്മങ്ങൾ. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ന്യൂറോണിൻ്റെ ഇടത്തെ അറ്റം ഡെൻഡ്രൈറ്റ് എന്ന ഭാഗത്തിലാണല്ലോ തുടങ്ങുന്നത്. വലത്തെ അറ്റം ഈ സിനാപ്റ്റിക് നോബിൽ അവസാനിക്കും. ഈ ന്യൂറോണിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇമ്പൾസ് ട്രാൻസ്മിഷൻ. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് ഇമ്പൾസ് ട്രാൻസ്മിഷനാണ് ന്യൂറോണിൻ്റെ ഫങ്ഷൻ. അതേസമയം ന്യൂറോണിൻ്റെ ഈ ഡെൻഡ്രൈറ്റുകളിൽ ഇമ്പൾസ് ഫോർമേഷനും നടക്കുന്നുണ്ട്. തുടക്കത്തിൽ നമ്മൾ ഡെൻഡ്രൈറ്റ് ആണ് പറയുന്നത്. എന്താണ് ഈ ഡെൻഡ്രൈറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദി ബിഗിനിങ് പാർട്ട് ഓഫ് എ ന്യൂറോൺ. ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള മറ്റ് ന്യൂറോണുകളിൽ നിന്ന്, നമ്മൾ പറയാം അഡ്ജസൻറ്റ് ന്യൂറോൺസ്, അഡ്ജസൻറ്റ് ന്യൂറോൺസിൽ നിന്ന് മെസ്സേജിനെ സ്വീകരിക്കുന്നു. റിസീവ്സ് മെസ്സേജ് ഫ്രം ദി അഡ്ജസൻറ്റ് ന്യൂറോൺസ്.
തൊട്ടടുത്ത ന്യൂറോണുകളിൽ നിന്ന് മെസ്സേജിനെ സ്വീകരിച്ച് ഈ ഓരോ ഭാഗങ്ങളിലൂടെയും കടത്തിവിടുന്നു. അപ്പോൾ ഡെൻഡ്രൈറ്റിൽ സ്വീകരിക്കപ്പെടുന്ന മെസ്സേജിന് പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക? ആ ഡെൻഡ്രൈറ്റുകളിൽ നിന്നെല്ലാം ഈ മെസ്സേജ് നേരെ ഡെൻഡ്രോണിലേക്ക് വരും. ദി ഫങ്ഷൻ ഓഫ് ഡെൻഡ്രൈറ്റ് ഈസ് ടു റിസീവ് മെസ്സേജ് ഫ്രം ദി അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങളെ സ്വീകരിക്കുന്നു. ഈ ഡെൻഡ്രൈറ്റിലെത്തിയാൽ ഈ മെസ്സേജ് പിന്നെ എങ്ങോട്ട് പോകും? ആ ഇല്യൂസ്ട്രേഷനിൽ നമുക്ക് മനസ്സിലാവും. ഡെൻഡ്രൈറ്റുകളെല്ലാം മെസ്സേജിനെ ഡെൻഡ്രോണിലേക്കാണ് കടത്തിവിടുന്നത്. ഡെൻഡ്രോണിന് മറ്റൊരു ജോലി ചെയ്യാനുമാവും. കിട്ടിയ മെസ്സേജിനെ തൊട്ടടുത്ത ഭാഗമായ സെൽ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെൻഡ്രോൺ എന്തു ചെയ്യുന്നു എന്ന ചോദ്യത്തിന് വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാം. വാങ്ങുന്നു, മറ്റൊരിടത്തേക്ക് കൊടുക്കുന്നു. റിസീവ്സ് മെസ്സേജ് ഫ്രം ദി ഡെൻഡ്രൈറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ടു സെൽ ബോഡി. അല്ലേ? ഡെൻഡ്രൈറ്റിൽ നിന്ന് മെസ്സേജ് സ്വീകരിച്ചതിന് ശേഷം സെൽ ബോഡിയിലേക്ക് അയക്കുന്നു, കോശ ശരീരത്തിലേക്ക് അയക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് വരാം, അത് സെൽ ബോഡിയാണ്. സെൽ ബോഡിയും ഇതേ പ്രവർത്തനം ആവർത്തിക്കുന്നു. എന്താണ്? റിസീവ്സ് ദി മെസ്സേജ് ആൻഡ് ട്രാൻസ്മിറ്റ്സ്. ആരിൽ നിന്നാണ് സെൽ ബോഡി റിസീവ് ചെയ്യുന്നത്? ഡെൻഡ്രോണിൽ നിന്ന്. സെൽ ബോഡിയിൽ നിന്ന് ആ മെസ്സേജ് നേരെ പോകുന്നത് തൊട്ടടുത്ത ഭാഗമായ ആക്സോണിലേക്കാണ്. അതുകൊണ്ട് സെൽ ബോഡിയുടെ ഫംഗ്ഷൻ പറയുമ്പോൾ നമ്മൾ പറയും റിസീവ്സ് മെസ്സേജ് ഫ്രം ദി ഡെൻഡ്രോൺ ആൻഡ് ട്രാൻസ്മിറ്റ്സ് ടു ആക്സോൺ. ഇങ്ങനെ ഓരോ ഭാഗവും വാങ്ങുന്നു, മറ്റൊരിടത്തേക്ക് അയക്കുന്നു എന്ന രീതിയിൽ ഫംഗ്ഷൻ ഓർത്തു വെച്ചാൽ മതിയാകും. ആക്സോണിലേക്ക് വരാം. എന്താണ് ആക്സോൺ ചെയ്യുന്നത്? ആക്സോണിനും മെസ്സേജ് കിട്ടും. എവിടെ നിന്ന് കിട്ടും? സെൽ ബോഡിയിൽ നിന്ന് കിട്ടും. സോ ഇറ്റ് റിസീവ്സ് മെസ്സേജ് ഫ്രം ദി സെൽ ബോഡി ആൻഡ് ട്രാൻസ്മിറ്റ്സ് ടു ആക്സോണൈറ്റ്. ഫൈനൽ പാർട്ടാണല്ലോ ആക്സോണൈറ്റ്. ആക്സോണൈറ്റും ചെയ്യുന്നത് ഇത് തന്നെയാണ്. എന്താണ് ആക്സോണൈറ്റ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ആക്സോണൈറ്റ് ചെയ്യുന്നത് മെസ്സേജിനെ ആക്സോണിൽ നിന്ന് റിസീവ് ചെയ്യും. മെസ്സേജിനെ ആക്സോണിൽ നിന്ന് സ്വീകരിച്ചിട്ട് നേരെ സിനാപ്റ്റിക് നോബിലേക്ക് അയക്കും. സോ ഈച്ച് ആക്സോണൈറ്റ് റിസീവ്സ് മെസ്സേജ് ഫ്രം ദി ആക്സോൺ ആൻഡ് ട്രാൻസ്മിറ്റ്സ് ടു സിനാപ്റ്റിക് നോബ്. അവസാനം ഈ മെസ്സേജ് പോകുന്നത് സിനാപ്റ്റിക് നോബ് എന്ന ടിപ്പ് ഓഫ് ദി ആക്സോണൈറ്റ്, ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്തേക്കാണ്. ഈ ടിപ്പ് ഓഫ് ദി ആക്സോണൈറ്റിനെ കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായി പഠിക്കും. എന്താണ് ഈ സിനാപ്റ്റിക് നോബിൻ്റെ ഫംഗ്ഷൻ? അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ന്യൂറോണിൻ്റെ എൻഡ് വരെ ഈ മെസ്സേജ് ചെന്നു. ഈ ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്കോ മറ്റേതെങ്കിലും സെല്ലിലേക്കോ ആണ് മെസ്സേജ് പോകുന്നത്. പക്ഷേ നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നു ഈ ന്യൂറോണിൻ്റെ എൻഡിൽ വന്നിരിക്കുന്ന ഈ മെസ്സേജ് മറ്റൊരു ന്യൂറോണിലേക്കോ മറ്റൊരു സെല്ലിലേക്കോ നേരിട്ട് പോകാൻ കഴിയില്ല. കാരണം സിനാപ്റ്റിക് നോബ് കൊണ്ട് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പിന്നെ സിനാപ്റ്റിക് നോബ് ചെയ്യുന്നത് കൗതുകകരമായൊരു സംഗതിയാണ്. എന്താണത്? ആ സിനാപ്റ്റിക് നോബിൽ നിന്ന് ചില കെമിക്കൽ സബ്സ്റ്റൻസ്, ചില രാസവസ്തുക്കൾ പുറത്തേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടും. ദി സിനാപ്റ്റിക് നോബ് സെക്രീറ്റ്സ് സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ്. സിനാപ്റ്റിക് നോബ് സെക്രീറ്റ് ചെയ്യുന്ന, സ്രവിക്കുന്ന ഈ രാസവസ്തുക്കളെ ഒരു പൊതു പേര് പറയും. ദേ ആർ കാൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എഴുതി വയ്ക്കൂ. ആ സിനാപ്റ്റിക് നോബിന് നേരെ നമുക്ക് അടയാളപ്പെടുത്താം. ദേ പ്രൊഡ്യൂസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അവർ നാഡീയ പ്രേഷകങ്ങൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് മെസ്സേജ് ട്രാൻസ്മിഷന് ഈ രാസവസ്തുക്കൾ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ന്യൂറോണിൻ്റെ ഓരോ ഭാഗവും നിർവഹിക്കുന്ന ധർമ്മങ്ങൾ നമ്മൾ കണ്ടു.